ഷിബിൻ എവിടെയാണ് കൊണ്ട് ഉപ്പിട്ടത് അവിടെ കൊണ്ടുവന്ന് മാതാവ് ഈ ലാൻഡ് ഓണറെ കൊണ്ട് നിർത്തിയിട്ട് അവിടുന്ന് വഴി അളന്ന് കൊടുക്കും. ഇപ്പോൾ ഇതൊക്കെ മനസ്സിലായില്ലേ? 20 കൊല്ലമായി നടക്കുന്നത്. ഇത് നോട്ട് ബൈ മെറിറ്റ് വർക്ക് ചെയ്യണത്. ഇവൻ ഉടമ്പടി സത്യസന്ധനാണ്. അവൻ്റെ ഉടമ്പടി അമ്മ ഏറ്റെടുത്തിരിക്കുകയാണ്. ഉടമ്പടി എടുത്തിട്ട് കാര്യമില്ല, അമ്മ അത് ഏറ്റെടുക്കണം. അമ്മയ്ക്ക് തോന്നണം നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടിയാണ്, സത്യസന്ധമാണെന്ന്. അങ്ങനെ ഒരു നിമിഷം ദൈവത്തെ കൊണ്ട് തോന്നിപ്പിക്കാൻ ഇടയായ പിന്നെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടി വിശ്വസ്തയോടെ ജീവിക്കുവാൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈ വഴി കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വർഗം കിട്ടിയ പോലെ. പക്ഷെ ഇത് ഇനി വിറ്റ് മാറ്റാൻ വേണ്ടി ഈ ലീവിന് മുമ്പ് വിറ്റ് മാറ്റിയിട്ടല്ല ജപ്റ്റിനടന്ന് രക്ഷപ്പെടണം. ജപ്റ്റി ഡേറ്റ് വന്നിരിക്കണല്ല. നമുക്ക് വഴി കിട്ടിയാലും വിറ്റ് മാറ്റില്ല ജപ്റ്റ് ചെയ്ത് പോകുമല്ലോ. അപ്പോൾ കുടുങ്ങിക്കുന്നതിനെ കിടക്കണതാണ്. അങ്ങനെ ജിബിൻ രണ്ടാമത് ഇത് പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ എന്നെ വന്ന് കണ്ട്. അപ്പം ഞാൻ ജിബിൻ്റെ ഈ കേസ്, എനിക്ക് ഈ കേസ് കൊണ്ടൊന്നും അറിയാത്തില്ലല്ലോ. ഞാൻ കിട്ടിയ പേപ്പർ അങ്ങനെ എന്നെ കൊണ്ട് അമ്മയെടുത്ത് വെച്ചു. അത് 6 പേപ്പർ ഒരുമിച്ചാണ് വെക്കണത്. നിങ്ങൾ ഓർക്ക് എൻ്റെ പേപ്പർ അഡിറ്റായിപ്പോയി. അപ്പോൾ ആദ്യം വന്ന് നിൽക്കും. എന്തിനാണ്? എൻ്റെ പേപ്പർ മുകളിലിരിക്കാൻ വേണ്ടി. അങ്ങനെയൊന്നും വേണ്ട. അമ്മ ഇത് പേപ്പർ കണ്ടു, അത്രയേ ഉള്ളൂ. ഈ പേപ്പർ വെച്ചപ്പോൾ തന്നെ ജിബിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അമ്മ പറഞ്ഞ്, ഞാൻ അവൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞ് 6 അമ്മ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. 6. അപ്പോൾ അതിൻ്റെ അകത്ത് മെസ്സേജായാണത്. അതിന് മെസ്സേജുണ്ട്. അതാണ് നമ്മൾ സത്യസന്ധരാണെങ്കിൽ ദൈവം പ്രസൻസ് ഉണ്ടാവും. നമുക്ക് ദൈവത്തെ കാണുന്നില്ല, പ്രസൻസ് ഇല്ലെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നിങ്ങളെ ഉടമ്പടി സത്യസന്ധരാണെങ്കിൽ ഉടമ്പടിയുടെ ഉള്ളതാണ് ഈ മഴവില്ലും സുഗന്ധാഭിഷേകവും അതുപോലെ തന്നെ പേരും ദർശനവും സ്വപ്നവും. ഉടമ്പടിയെല്ലാം വൃത്തിയാണെങ്കിൽ പ്രസൻസ് വരും. എന്താണ്? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരും. പ്രസൻസാണത്. അത് വാഗ്ദാനത്തിലുള്ളതാണ്. അപ്പം അമ്മയുടെ ഇത് വെച്ചപ്പോൾ തന്നെ അമ്മ പറഞ്ഞു 6 പറയാൻ പറഞ്ഞു. ഞാൻ ഷിബിനോട് പറഞ്ഞു 6 പറയുന്നുണ്ട്. അപ്പോൾ ഷിബിൻ എന്നോട് ചോദിച്ചു, ഡേറ്റ് ആണോ അക്ഷരമാണോ? അപ്പം ഞാൻ അറിയത്തില്ല, വെയിറ്റ് എന്ന് പറഞ്ഞു. വെയിറ്റ് എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? വെയിറ്റ് ഇൻ കവനൻ്റ് എന്നതിൻ്റെ അർത്ഥം നീ ഉടമ്പടിയിൽ ജാഗ്രതയോടെ വെയിറ്റ് ചെയ്യുക, സമയമാകുമ്പോൾ അമ്മ അറിയിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 6 കഴിഞ്ഞ് പോയി, പിന്നെ ഒരു 16 കഴിഞ്ഞ് പോയി, 26 കഴിഞ്ഞ് പോയി, ഇപ്പം കിട്ടും എല്ലാം 6 ഉണ്ടല്ലോ വന്നിരിക്കണം. ആരും വന്നില്ല. പക്ഷേ ഒരു 6-ാം തീയതി 6 മാസം കഴിഞ്ഞ് 6-ാം മാസം ആയപ്പോൾ ആൾ വന്നു, സ്ഥലമെടുത്തതിന് ശേഷം ഒപ്പിട്ടപ്പോഴാണ് മനസ്സിലാകണത് അയാളുടെ പേര് 6-ലാണ് തുടങ്ങണത്. ആ ഒപ്പിട്ടതിൻ്റെ ആളിൻ്റെ പേരും 6-ആണ്, വന്നിരിക്കണതും 6-ാം മാസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേരിൻ്റെ കാര്യമാണ്. അതായത് ദൈവം നമുക്ക് അടയാളം തരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവമാണ് ഇതിനകത്ത് ഇടപെട്ടിരിക്കണമെന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അടയാളം തരണത്. അല്ല നിങ്ങളെ സന്തോഷിപ്പിക്കാനല്ല. അത് ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷേ ദൈവമാണ് ഇതിൻ്റെ അകത്ത് ഇടപെട്ടിരിക്കണത്, വേറെ ആരുമല്ല. ഇത് നോട്ട് ബൈ മെറിറ്റിലാണ് വർക്ക് ചെയ്തിരിക്കണത്. പക്ഷേ ഇവിടെ പ്രശ്നം, ഷിബിൻ്റെ റിസ്ക് എന്താ? ദൈവത്തെ ഒരിക്കലും അനുഭവിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം വെച്ച് വേണ്ടത്, നമ്മുടെ മുമ്പിലുള്ള റിസ്ക് എന്ന് പറയുന്നത് ആ അരൂപി നമ്മൾ തുടരും. അതുകൊണ്ട് അത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവം നടക്കും. ഇന്ന് ഞാനിപ്പം എൻ്റെ മാതാവ് പ്രത്യക്ഷപ്പെട്ട 2004 എന്നാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പം ഞാൻ എവിടെയാണ് നിന്നത്? അവിടെ തന്നെയാണ് ഇപ്പോഴും ഞാൻ നിൽക്കുന്നത്. ആ കർത്താവിൻ്റെ ദിവ്യകാരുണ്യം ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഉടമ്പടിയിൽ ഇന്ന്, ഉടമ്പടിക്ക് ശേഷവും നിങ്ങളുടെ കാലാവധിക്ക് ശേഷവും നിങ്ങൾ ഉടമ്പടി തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതി സാക്ഷിയായിട്ട് ജീവിക്കും. ദൈവത്തിന് പ്രയോജനമുള്ളൊരു ജന്മമായിട്ട് ദൈവത്തിൻ്റെ സുവിശേഷ സാക്ഷിയായി ഞാൻ ജീവിക്കുമെന്ന് ദൈവത്തിൻ്റെ വാക്ക് വൃത്തിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് അടയാളം കിട്ടും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടി എടുക്കുന്നതിനേക്കാൾ പ്രശ്നമാണ് ഉടമ്പടി ദൈവത്തെ കൊണ്ട് ഏറ്റെടുപ്പിക്കണത്. ഏറ്റെടുപ്പിക്കാനുള്ളൊരു മാർഗം ഇതാണ് ഇപ്പോൾ പറയണത്. എന്താ കാര്യം? നിങ്ങൾ ഉടമ്പടി ജീവിക്കുമെന്ന് ദൈവത്തിനൊരു വൃത്തിയുള്ള വാക്ക് കൊടുക്കണം. ഉടമ്പടിക്കാലം കഴിഞ്ഞാലും ഞാൻ വിശുദ്ധിയോടും സുവിശേഷ സാക്ഷിയായിട്ട് ജീവിക്കും. അത് സത്യസന്ധമാണെങ്കിൽ
ഇന്ന് അടയാളം നടക്കും. കാര്യം ഉടമ്പടി കർത്താവിൻ്റെ വാക്ക് കർത്താവ് ആ വാക്കിൽ നിന്ന് മാറ്റത്തില്ല. കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ അവിശ്വസ്തരായിരുന്നാൽ പോലും ഞാൻ വിശ്വസ്തനാകുമെന്ന് പറയുമ്പോഴേ ആ വിശ്വസ്തത നമുക്ക് അനുഭവവേദ്യമാകണത് വേറെ ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞത്. കാര്യം എന്താണ്? നിങ്ങൾ ചെയ്യുന്ന കാര്യം ദൈവത്തെ കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ എന്ത് ചെയ്യണം? ഞാൻ എക്കാലവും ദൈവത്തിന് 90 ദിവസമല്ല പ്രായം, അവൻ നിത്യത വരെ. അപ്പം നിങ്ങൾ എൻ്റെ കർത്താവ് നീ എന്നെ സഹായിക്കണം, എനിക്ക് ജീവിതകാലം മുഴുവൻ ഉടമ്പടി ജീവിക്കാൻ ആഗ്രഹമുണ്ട്. അതിനിവിടെ ആലപ്പുഴ വരണമെന്ന് നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധവുമില്ല. ജീവിതകാലം മുഴുവൻ ആലപ്പുഴ വരണമെന്ന പേപ്പർ വായിക്കണമെന്ന ക്യൂ നിൽക്കണമെന്ന ഒന്നും നിർബന്ധമില്ല. നിങ്ങൾ ദൈവത്തിൽ എന്താ പറയേണ്ടത്? ഞങ്ങൾ ആലപ്പുഴയായാലും അയർലൻഡിലായാലും ഞങ്ങൾ ദൈവതിരുസന്നിധിയിൽ വിശുദ്ധിയോടെ സുവിശേഷത്തിൻ്റെ സാക്ഷിയായിട്ട് ഉടമ്പടി ഇതുപോലെ തുടർന്ന് ജീവിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതി, ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ, പരിശുദ്ധയമ്മേ, അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങളിലും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തുതി, ആരാധന, മഹത്വം കർത്താവേ. നാളെ നൽകിയ ഓരോ നന്മകൾക്ക് നന്ദി കർത്താവേ. രോഗസൗഖ്യത്തിന് നന്ദി കർത്താവേ. ജീവിത പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് നന്ദി കർത്താവേ. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ നൽകിയ അവസരങ്ങൾക്ക് നന്ദി കർത്താവേ. ഹല്ലേലൂയ. സ്തുതി കർത്താവേ. ആരാധന, മഹത്വം, ആരാധന, മഹത്വം കർത്താവേ. സ്തുതി, ആരാധന, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ, പരിശുദ്ധയമ്മേ, അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ
ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തുതി, ആരാധന, ആരാധന, മഹത്വം കർത്താവേ. രോഗക്ലേശങ്ങളാൽ പ്രയാസപ്പെടുന്നവർക്ക് സൗഖ്യം നൽകി അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. ജോസഫച്ചന്റെ അധരങ്ങളിലൂടെ അവിടുത്തെ ദൈവിക സന്ദേശങ്ങൾ പങ്കുവച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തണമേ. പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഓൺലൈനായി കൂടുന്നവരെയും ജീവിത അവസ്ഥകളിൽ അവിടുന്ന് സംരക്ഷിച്ച് സഹായിക്കണമേ. പരീക്ഷകൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ. കടബാധ്യതകളിൽ വിടുതൽ കൊടുത്ത് അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈശോയെ സ്തുതി കർത്താവേ. ആരാധന, മഹത്വം, ആരാധന, ആരാധന കർത്താവേ. സ്തുതി, മഹത്വം, മഹത്വം കർത്താവേ. ആരാധന, മഹത്വം, സ്തുതി കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അപേക്ഷകളും കൃപാസന മാതാവിന്റെ സംരക്ഷണയിൽ ദിവ്യകാരുണ്യനാഥന് ഇപ്പോൾ സമർപ്പിക്കാം. വി.പി. ജോസഫച്ചന്റെ മിഷൻ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന, ആരാധന കർത്താവേ. മഹത്വം കർത്താവേ, സ്തുതി കർത്താവേ, ആരാധന. യേശുവേ ആരാധന കർത്താവേ, മഹത്വം കർത്താവേ, സ്തുതി, ആരാധന, മഹത്വം കർത്താവേ. യേശുവേ നന്ദി, യേശുവേ ആരാധന, മഹത്വം, മഹത്വം, മഹത്വം കർത്താവേ. സ്തുതി, സ്തുതി കർത്താവേ, ആരാധന, മഹത്വം, മഹത്വം കർത്താവേ. 2022 ഓഗസ്റ്റ് മാസത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അന്ന് വൈഫിൻ്റെ OET പരീക്ഷ പാസ്സാകുന്നതിന് എനിക്കൊരു വിദേശ ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു ഉടമ്പടി എടുത്തിരുന്നത്. അത് 2017 ഗൾഫിലെ ജോലി നഷ്ടപ്പെട്ടിട്ട് തുടർച്ചയായി ഇപ്പോൾ 6 വർഷങ്ങളായിട്ടൊരു വിദേശ ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു ഞാൻ അതിനിടയ്ക്ക് പോകാത്ത ഇൻ്റർവ്യൂകളുമില്ല, ചെല്ലാത്ത സ്ഥലങ്ങളുമില്ല. ഇതിനിടയ്ക്ക് ഒരു തവണ പോളണ്ടിൻ്റെ ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി അതിൻ്റെ വിസയ്ക്കുള്ള എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പം അത് കൊറോണ കാരണം അത് തള്ളിപ്പോയി. അതിനുശേഷം സൗദിയുടെ ഡാറ്റാ ഫ്ലോ പ്രോമെട്രിക് എലിജിബിലിറ്റി എല്ലാം കഴിഞ്ഞ് ഡാറ്റാ ഫ്ലോയും വിസ അടിച്ച് പാസ്പോർട്ട് എല്ലാം റിസൾട്ടും വന്ന് വിജയിച്ചു. വിസ അടിച്ച് പാസ്പോർട്ടേ വന്നു കഴിഞ്ഞിട്ട് ടിക്കറ്റ് എടുക്കേണ്ട തലേദിവസമായപ്പോൾ അതും പോകുന്നില്ല എന്നുള്ള തീരുമാനത്തിലൂടെ അതും ക്യാൻസലായി. അങ്ങനെ ആ പോക്കും നിലച്ചു. അതിനുശേഷം വീണ്ടും ഒരു എന്താ ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ ആണ് ഇവിടെ ഉടമ്പടിയിലൊരു വിദേശ ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുന്നത്. അങ്ങനെ ആ സമയത്ത് വൈഫ് OET എഴുതി, അത് കിട്ടിയില്ല. പക്ഷേ ഈ ഉടമ്പടി ചേർന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒരു ഏജൻസിയിൽ നിന്ന് വിളിക്കുകയും സാമ്പത്തികമായി ചിലവുകളൊന്നും തന്നെ കൂടാതെ അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് പോകാനായിട്ട് ചിലവുകൾ നിസ്സാരം 30,000 രൂപയിൽ താഴെ ചിലവോടുകൂടി കൊണ്ടുപോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഉടമ്പടി ചേർന്നതിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. അത് അറ്റൻഡ് ചെയ്തു. പക്ഷേ എങ്കിലും അത് ഉക്രൈൻ്റെ പ്രശ്നം മൂലം ആ സംഭവം തള്ളിപ്പോയി. അതിനുശേഷം അവർ തന്നെ ഈ ഇൻ്റർവ്യൂ പാസ്സായി നിന്നതുകൊണ്ട് അവർ തന്നെ വേറൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ആ ഒരു ഇൻ്റർവ്യൂ പാസ്സാകുകയും ഒക്കെ അങ്ങനെ നിൽക്കുകയായിരുന്നു.
വന്നപ്പോഴത്തേക്കാണ് ഞങ്ങൾക്കൊരു രണ്ടാമതൊരു കുട്ടി ഉണ്ടാവുകയും ആ കുട്ടിയുടെ കാര്യത്തിൽ ഓൾറെഡി ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത്. ആ കുട്ടിയുടെ കാര്യത്തിന് ഒരു മേജർ സർജറി നടക്കുകയും പിന്നെ ആ കാര്യങ്ങളെല്ലാം ഇവിടെ വന്ന് അച്ഛൻ ബ്ലസ് ചെയ്യുകയും കുട്ടിയുടെ അവയവങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. ഒടുവിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങളും നടത്തി ജനിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ സർജറി നടത്തിയെങ്കിലും ഓരോ അവയവങ്ങൾക്കും ഒരു പ്രശ്നങ്ങളും കൂടാതെ അങ്ങനെ രണ്ടാമത്തെ ഉടമ്പടിയിലൂടെ മാതാവ് വലിയ ഒരു അനുഗ്രഹത്തിലൂടെ കുട്ടിയെ ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യവതിയായിട്ട് തന്നു. അവരെയും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് സാക്ഷ്യം ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഇരിക്കെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയിരിക്കുന്ന സമയത്ത് ഈ പ്രോസസ്സിങ് നടക്കുന്നു. അങ്ങനെ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തു. 120 ദിവസത്തോളം 60 ദിവസം കൊണ്ട് വരേണ്ട വിസയ്ക്ക് 120 ദിവസത്തോളം വർക്ക് പെർമിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടും അത് വന്നില്ല. ഒടുവിൽ ഉടമ്പടി പുതുക്കേണ്ട സമയം കഴിഞ്ഞിട്ട് 15 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പത്രങ്ങൾ കൊടുക്കുന്നുണ്ട്. ജോലി ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ ആംബുലൻസിൻ്റെ സെക്ഷനിലായതുകൊണ്ട് നമ്മളവിടെ ആതുര സേവനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ അല്ലാത്ത സമയങ്ങളിലും എല്ലാം ഇടപെടുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉടമ്പടി വീണ്ടും മൂന്നാമത്തെ തവണ പുതുക്കാനായിട്ട് ഫെബ്രുവരി മാസം 9-ാം തീയതി ഇവിടെ വന്ന് പുതുക്കി. അപ്പം വിസയ്ക്ക് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തിട്ട് 117 ദിവസം കഴിഞ്ഞായിരുന്നു. കാരണം 60 ദിവസങ്ങൾക്കൊക്കെ ഉള്ളിൽ വരേണ്ട വർക്ക് പെർമിറ്റ് 117 ദിവസമായിട്ടും വരാഞ്ഞപ്പോൾ ആകെ ടെൻഷനായി. ഇവിടെ വന്ന് പുതുക്കിയിട്ട് പോയി ഒരു ചലനവും ഇല്ലായിരുന്ന സംഭവം ഏജൻസിയിൽ നിന്ന് 9-ാം തീയതി പുതുക്കിയ സംഭവത്തിന് 12-ാം തീയതി ഏജൻസിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അവിടുന്ന് എംപ്ലോയർ വിളിച്ചു പറഞ്ഞു, നമുക്ക് ഇത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യേണ്ടതുകൊണ്ട് ഒരിക്കൽ കൂടി അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അത് വളരെ പോസിറ്റീവായിട്ട് തന്നൊരു നീക്കമായിരുന്നു. കാരണം അന്ന് വരെ നടക്കാതെ നടന്നൊരു സംഭവം 3-ാം ദിവസം മാതാവ് വീണ്ടും അപ്ലൈ ചെയ്യാവുന്നൊരു സംഭവത്തിലേക്ക് വന്നു. അത് കഴിഞ്ഞ് വീണ്ടും 2-ാം ദിവസം അവർ വീണ്ടും പറഞ്ഞു, ഇനി അപ്ലൈ ചെയ്യേണ്ട, 14 ദിവസത്തിനുള്ളിൽ വർക്ക് പെർമിറ്റ് വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 9-ാം തീയതി ഇവിടെ ഉടമ്പടി പുതുക്കിയ എനിക്ക് 19-ാം തീയതി 10 ദിവസത്തിന് ശേഷം, അതായത് 8 വർക്കിംഗ് ഡേക്ക് ശേഷം എൻ്റെ വർക്ക് പെർമിറ്റ് മെയിലിലേക്ക് വന്നു. മെയിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒത്തിരി കാര്യങ്ങൾ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടുള്ളത് കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ട് അവിടെ ഉള്ള PCCയും കാര്യങ്ങളുമൊക്കെ കിട്ടണം. അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏജൻസിയിൽ ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകും, എങ്കിലും അതില്ലാതെ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഈ വർക്ക് പെർമിറ്റ് കിട്ടാത്ത സാഹചര്യങ്ങളിൽ ഞാൻ ഈ ഉടമ്പടി പ്രാർത്ഥന നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുമ്പോഴും ആ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ തന്നെയാണ് എൻ്റെ വർക്ക് പെർമിറ്റിന് ഉള്ള അപേക്ഷയുടെ കോപ്പിയും എല്ലാം വെച്ചിരുന്നത്. കൂട്ടത്തിൽ ഈ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയുടെയും പാസ്പോർട്ടിൻ്റെയും മേളിൽ ഞാൻ തൈലം വെച്ച് കുരിശ് വരയ്ക്കുകയും പ്രാർത്ഥിക്കുകയും തടസ്സങ്ങൾ മാറുന്നതിന് ഇവിടുന്ന് തന്നിരുന്ന വചനങ്ങൾ അതിൻ്റെ മേളിൽ ആ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയുടെ മേളിൽ എഴുതിയിടുകയും ചെയ്തിരുന്നു. അങ്ങനെ വിസയ്ക്ക് പോയി VFS ബാംഗ്ലൂർ പോയി അപ്ലൈ ചെയ്തു. അങ്ങനെ ഇത് നടക്കുമോ ഇല്ലയോ എന്നൊക്കെ വീണ്ടും ടെൻഷനുണ്ട്. കാരണം ഒത്തിരി ഡോക്യുമെൻറ്റ്സ് കുറവുണ്ട്. കൊച്ചിൻ്റെ പേര് ബർത്ത് സർട്ടിഫിക്കറ്റിൽ വന്നിട്ടുമില്ല. കാരണം കൊച്ചിൻ്റെ പേര് ഓൾറെഡി വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെ അതിനുവേണ്ടി എന്നാ ചെയ്യുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം പെട്ടെന്നൊരു സുഹൃത്തിൻ്റെ കാര്യം ഓർമ്മയിൽ മാതാവ് വരച്ചു. പുള്ളിയെ വിളിച്ച് പറഞ്ഞപ്പം പുള്ളി അതിനുവേണ്ടി സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 5 ദിവസത്തിന് ശേഷം അപ്പം തന്നെ ഓൺലൈനിൽ അപ്ലൈ ചെയ്യുകയും ചെയ്തു. 5 ദിവസത്തിന് ശേഷം കിട്ടേണ്ട ബർത്ത് സർട്ടിഫിക്കറ്റ് എനിക്ക് പിറ്റേ ദിവസം രാവിലെ ബാംഗ്ലൂർ കൊണ്ട് സബ്മിറ്റ് ചെയ്യേണ്ട അതിൻ്റെ തലേ ദിവസം വൈകുന്നേരം 5 മണിയായപ്പോഴും നോക്കിയപ്പോൾ കിട്ടിയിട്ടില്ല. 5:05 ആയപ്പം കൊച്ചിൻ്റെ പേര് ബർത്ത് സർട്ടിഫിക്കറ്റിൽ അപ്രൂവലായി വന്നു. പിറ്റേ ദിവസം രാവിലെ അതുകൊണ്ട് സബ്മിറ്റ് ചെയ്യാനും പറ്റി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ വന്ന് ജോലി ചെയ്യുന്ന VFSൽ അപ്ലൈ ചെയ്തു. ഇത് PSCCയും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് ആകുമോ ഇല്ല എന്നുള്ള ടെൻഷനിലിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് ഒടുവിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പെട്ടെന്ന് ഞങ്ങൾക്ക് സൗജന്യ സർവീസായിട്ടുള്ള സ്ഥാപനമാണ്. അവിടെ ചെന്ന് അവിടെ പെട്ടെന്നൊരു കോൾ വന്നു. ഒരു വഴിയിലൊരു മനുഷ്യൻ വീണ് കിടപ്പുണ്ട്. ആക്രി പെറുക്കിക്കൊണ്ടിരിക്കുന്ന തമിഴ് മനുഷ്യനാണ്. പുള്ളിയെ പെട്ടെന്ന് ചെന്ന് എടുക്കണമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പം പുള്ളി മൊത്തത്തിൽ സ്ട്രോക്ക് പോലെ തളർന്ന് കിടക്കുക. എന്നിട്ട് പുള്ളിയുടെ മേളിൽ മുഴുവൻ ചെളിയും ചേറും എല്ലായിട്ട് പുള്ളി ആ കൂടി ഒരു ഇന്നർ മാത്രം ഇട്ടിട്ടുള്ളായിരുന്നു, ഒരു അകത്തിടുന്ന ഒരു ഇത് മാത്രം. പുള്ളിയുടെ വസ്ത്രങ്ങളെല്ലാം പോയി. അപ്പം ഇവിടുത്തെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഒക്കെ കൂടുതൽ താല്പര്യത്തോടു കൂടി ആ സമയം ചെയ്യുന്ന സമയം കൂടിയായിരുന്നു. പെട്ടെന്ന് തന്നെ പുള്ളിയെ എടുത്ത് ചങ്ങനാശ്ശേരി ഞങ്ങളുടെ ജോലി ചെയ്യുന്ന അവിടേക്ക് കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഉടനെ തന്നെ സ്ട്രോക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. ഞങ്ങൾ കൂടി അവിടെ ആ പുള്ളിയെ നിന്ന് സിസ്റ്റർ ഒരു ഉടുപ്പെടുത്ത് വന്നിട്ട് പറഞ്ഞു, ഡ്രസ്സില്ലാതെ ഇയാളെ കൊണ്ടുവന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് ഒരു ഉടുപ്പെടുത്ത് വന്നു. ഉടനെ തന്നെ ആ പുള്ളിയെ ഞങ്ങൾ അവിടെ ഇച്ചിരി സമയം താമസിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ എടുത്തുകൊണ്ടൊന്ന് മൊത്തം കോരി കുളിപ്പിച്ച് നല്ല ക്ലിയറാക്കി പുള്ളിയെ മൊത്തത്തിൽ
വൃത്തിയാക്കി പുതിയ ഡ്രസ്സൊക്കെ ഇടിയിച്ച് ആ പുള്ളിയെ കോട്ടയം മെഡിക്കൽ കോളേജിലാക്കിയിട്ട് തിരിച്ച് ചങ്ങനാശ്ശേരി വന്ന് കയറി ആ കാര്യങ്ങൾ ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പം അളിയൻ എൻ്റെ പെങ്ങളുടെ ഭർത്താവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജയ്സ നിൻ്റെ വിസ അപ്രൂവലായിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ അതിനുശേഷം വളരെ അത്ഭുതകരമായിട്ട് ചെയ്ത ഒരു കാരുണ്യപ്രവൃത്തിയിലൂടെ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഞാനതിനെ കണക്ക് കൂട്ടുന്നു, വിശ്വസിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാനത് കാരുണ്യപ്രവൃത്തിയിലൂടെ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമായി ഞാനതിനെ വിശ്വസിക്കുന്നു. കൂടാതെ തന്നെ പത്രങ്ങൾ വിതരണം ചെയ്യുന്ന പത്രങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാം പൂർണ്ണമായും ആളുകൾ നമ്മളെ കളിയാക്കി വാങ്ങാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ തന്നെ കൊണ്ടുപോയി ഇത് കൊടുക്കുകയും കൂട്ടത്തിൽ ഈ സമയത്ത് പ്രത്യേകമായൊരു നേർച്ച നേരുകയും ചെയ്തു. കാരണം അയർലൻഡിൽ ഈ ജോലി ശരിയായി കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഇപ്പോൾ ഈ വിസ വന്നതിന് ശേഷം, ഇപ്പം മിനിങ്ങാന്ന് പോയി ഞാൻ വിസ വാങ്ങിച്ചു. ഈ വിസ വാങ്ങിച്ച് നേരെ മലയാറ്റൂർ മലയിലേക്ക് തോമാസ്ലിയുടെ പള്ളിയിൽ പോയിട്ടാണ് വിസ ഓപ്പൺ ചെയ്യാൻ നോക്കണത്. അപ്പോൾ അവിടെ കൊണ്ടുപോയി അവിടെ സബ്മിറ്റ് ചെയ്തു. അവിടെ നിന്ന് ഇവിടുന്ന് കൃപാസനത്തിലെ പത്രം ഇംഗ്ലീഷിലുള്ള ഒരെണ്ണം വാങ്ങി അയർലൻഡിലേക്ക് പോകുമ്പോൾ അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട നോക്കെന്ന് പറയുന്ന സ്ഥലത്തേക്ക് എന്നെനിക്ക് പോകാൻ സാധിക്കുന്നോ അന്ന് കൊണ്ടുപോയി അവിടെ ഞാൻ വിതരണം ചെയ്യുന്ന ഒരു നേർച്ച കൂടി ഈ കൂട്ടത്തിൽ നേർച്ചിട്ടുണ്ടായിരുന്നു. ആ നേർച്ചയ്ക്കുള്ള പത്രങ്ങൾ വാങ്ങിയിട്ടുണ്ട്. കൂടാതെയുള്ള മലയാള പത്രങ്ങളും വാങ്ങിയിട്ടുണ്ട്. ആ മലയാള പത്രങ്ങൾ അടുത്ത ദിവസങ്ങളിൽ കൊടുത്ത് ഈ ഇംഗ്ലീഷ് പത്രവുമായി എനിക്ക് അവിടെ അക്കോമഡേഷനും ടിക്കറ്റും ആകുന്ന സമയത്ത് പോയി അവിടെ അത് വിതരണം ചെയ്ത് എൻ്റെ നേർച്ച നിറവേറ്റുമെന്നും ഈ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് മാതാവ് തന്ന അനുഗ്രഹത്തിന്, കാരണം എനിക്ക് സാമ്പത്തികമായ വലിയ മുടക്കുകളില്ലാതെയാണ് പോകുന്നത്. കാരണം ഞാൻ പലതവണ ഇംഗ്ലീഷ് പരീക്ഷകളായ OET IELTS പഠിച്ചു. എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് എഴുതിയില്ല. എങ്കിലും അവയൊന്നും കൂടാതെ തരക്കേടില്ലാത്ത രീതിയിൽ മാതാവ് എന്നെ ഒരു വിദേശ രാജ്യത്തേക്ക് എത്തിക്കുവാൻ കാണിച്ച വലിയ കാരണത്തിന് മാതാവിലൂടെ ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഡീന ജോൺ. ഞാൻ കണ്ണൂർ ജില്ലയിലെ പൈസക്കിരി എന്ന ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു നേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉടമ്പടി എടുത്തത് OET എക്സാം പാസ്സാകാൻ വേണ്ടിയാണ്. ഞാൻ 2 തവണ OET എക്സാം ഫെയിലായതിനു ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് ഈ കൃപാസനത്തിലേക്ക് മാതാവിൻ്റെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുന്നത്. എൻ്റെ മമ്മിയാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ കൃപാസനം ഉണ്ടെന്നും ഇങ്ങനെ ഉടമ്പടി ഉണ്ടെന്നൊക്കെ എൻ്റെ മമ്മി പറഞ്ഞു. അതുവഴിയാണ് ഞാനിങ്ങോട്ട് വന്നത്. എനിക്ക് വളരെയേറെ സങ്കടത്തോടെ ഇരിക്കുമ്പോഴാണ് ഞാൻ വന്നത്. കാരണം 2ാം തവണ ഞാൻ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതിയത്. പക്ഷേ എനിക്ക് അതിനൊരു സ്കോർ പോലും കിട്ടിയില്ല. അതിൻ്റെ വളരെ സങ്കടത്തോടെയാണ് ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. പക്ഷേ ആദ്യം ഉടമ്പടിയെക്കുറിച്ചോ ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത് ജൂലൈ 5, 2022 അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് അതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ലായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഉടമ്പടിയുടെ നിയോഗങ്ങളും ഉടമ്പടിയുടെ നിർദ്ദേശങ്ങളൊക്കെ ഞാൻ കുറച്ച് പാലിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അതൊക്കെ ഒരു യാന്ത്രികമായിട്ടെന്നാണ് പോലെ എന്ന് വെച്ചാൽ ബൈബിൾ വായിക്കും, കുർബാനയ്ക്ക് പോകും, അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ വലിയ മനസ്സിൽ തട്ടിക്കൊണ്ടുള്ളതായിരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷമാണ് ഞാൻ ഒരുപാട് ടെസ്റ്റ് മണീസ് കേൾക്കാൻ തുടങ്ങി. ഒരുപാട് ഇങ്ങനെയുള്ളത് കേൾക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഒരുപാട് ഇങ്ങനെ മാതാവിനെക്കുറിച്ച്, മാതാവിൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു, അമ്മ എനിക്കും അങ്ങനെ ഒരു അനുഗ്രഹം നീ തന്നിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു. ഇതിന് ശേഷമാണ് ഞാൻ 3ാം തവണ എക്സാം എഴുതാൻ വേണ്ടി തീരുമാനിച്ചു. 3ാം തവണ എക്സാം എഴുതുമ്പോഴും എനിക്ക് രണ്ട് മൊഡ്യൂൾ, ആകെ 4 മൊഡ്യൂളാണുള്ളത്. അതിൽ 2 എണ്ണം കിട്ടി, 2 എണ്ണം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, എന്തുകൊണ്ട് ദൈവമേ എനിക്ക് 2 എണ്ണം കിട്ടി, അത് ഞാൻ പഠിച്ചിട്ടാണ് എഴുതി, എന്നിട്ടും 2 എണ്ണം കിട്ടി, ബാക്കി 2 എണ്ണം കിട്ടിയില്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അതിനുശേഷം എനിക്ക് ദൈവം ഇങ്ങനെ മനസ്സിൽ തോന്നിച്ചു, ദൈവം എപ്പോഴും വിശ്വസ്തനായിരുന്നു, പക്ഷെ നീ എപ്പോഴും വിശ്വസ്തയായിരുന്നില്ല, കുറച്ചൊക്കെ ഞാൻ തെറ്റിച്ചിട്ടുണ്ട്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ തോന്നിയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത്തവണ ഞാൻ എന്തായാലും ഇനി അടുത്ത തവണ ഞാൻ പുതുക്കുമ്പോൾ നന്നായി വിശ്വസ്തയോടെ അത് ഈ ഉടമ്പടി പൂർത്തിയാക്കുമ്പോൾ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഒന്നുകൂടെ പഠിക്കാൻ വേണ്ടി ഞാൻ മുമ്പ് പഠിച്ച അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് പോകുന്നത്. ഇനി പോകുമ്പോൾ എനിക്ക് ഭയങ്കര നാണക്കേട്. ഓൾറെഡി 2 തവണ അവിടെ പഠിച്ചു, 3ാം തവണ അവിടെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടവും നാണക്കേടുമാണ്. എങ്കിലും ഞാൻ ഇങ്ങനെ വിശ്വസിച്ചു മാതാവ് എനിക്ക് തരും. അങ്ങനെ ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിൽ തന്നെ തോന്നിച്ചു, ന്യൂസിലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലൻഡ് സ്കോർ എനിക്ക് ഓൾറെഡി ക്ലബിംഗ് സ്കോറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് പോയ മൊഡ്യൂൾ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ അങ്ങനെ എഴുതാമെന്നൊക്കെ ഞാൻ വിചാരിച്ച്
ഞാൻ മാതാവിനോടൊന്നും ചോദിച്ചില്ല. ഞാൻ സ്വന്തമായിട്ട് തീരുമാനിച്ചു ഞാൻ പോയത് മാത്രമേ എഴുതുന്നുള്ളൂ. കാരണം എനിക്ക് വലിയ കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ അങ്ങനെ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ന്യൂസിലൻഡ് തന്നെ വിചാരിച്ചു. പിന്നെ ഞാനിങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നതിന് ഒരു ദിവസം മുമ്പ്, ഹോസ്റ്റലിൽ പോകുന്നതിന് ഒരു ദിവസം മുമ്പ് ഞാൻ ഇങ്ങനെ ചുമ്മാ ചിറ്റിട്ട് മാതാവിനോട് ചോദിക്കുന്ന രീതി ഞാൻ ഇങ്ങനെ ചോദിച്ചു, മാതാവ് എനിക്കൊരു ആൻസർ നീ തരണം, ഞാൻ എങ്ങോട്ട് പോകും? UK അല്ലെങ്കിൽ അയർലൻഡാണ് എനിക്ക് വേണ്ടതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ന്യൂസിലൻഡ് എനിക്ക് വലിയ താല്പര്യമില്ല, പക്ഷേ ഈ 2 മതിയല്ലോ, 2 പഠിച്ചാൽ മതിയല്ലോ എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നതെന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഞാൻ ചിറ്റിട്ട് നോക്കിയപ്പോൾ എനിക്ക് മാതാവ് തന്നത് UK എന്നാണ്. എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം UK ഒന്നുകൂടെ 4 പഠിക്കാമെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. ഓൾറെഡി എനിക്ക് ഇത്രയും സങ്കടം വരാൻ കാരണം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ അധികം തോറ്റിട്ടില്ലാത്ത ആളാണ്. ഞാൻ ഒരുപാട് പഠിക്കുക എന്നതിലല്ല, പക്ഷെ ഞാനങ്ങനെ തോറ്റിട്ടില്ല. ആദ്യമായിട്ട് OETക്ക് വന്നിട്ടാണ് ഇങ്ങനെ ഞാനിപ്പം 2-3 തവണ തോറ്റത്. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മ പിന്നെ UK എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അമ്മയല്ലേ പറഞ്ഞത്, അമ്മ പറഞ്ഞ ഒരിക്കലും എന്തായാലും എന്ത് നല്ലതിനായിരിക്കും എന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ഞാൻ തിരിച്ച് ഞാൻ അങ്ങോട്ട് പോയി പഠിക്കാൻ വേണ്ടി ആരംഭിച്ചു. കഴിഞ്ഞ തവണ ഞാൻ വിശ്വസ്തതയുണ്ടായിരുന്നുവെങ്കിൽ പോലും ഞാൻ നന്നായിട്ടൊന്നും അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തില്ല. ആ ഇടയ്ക്കാണ് ഞാൻ ബിബിൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ സാക്ഷി ഇവിടുന്ന് കേട്ടു. അയാൾ ബിബിൻ പറഞ്ഞ കാര്യം എനിക്ക് ഒരുപാട് എന്നെ സ്പർശിച്ചു. അദ്ദേഹം ഒരു അക്രൈസ്തവനാണ്. അദ്ദേഹം പ്രേക്ഷിത പ്രവർത്തനം ചെയ്തെന്ന് വെച്ചാൽ ഈ പത്രമൊക്കെ പോസ്റ്റൽ വഴി അയച്ചു കൊടുക്കുക, പിന്നെ ആണെങ്കിൽ ഓട്ടോ ഡ്രൈവേഴ്സിനാണ് കൂടുതൽ അദ്ദേഹം പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓട്ടോ ഡ്രൈവേഴ്സും വായിക്കും ആ പത്രം, പിന്നെ ആ വണ്ടിയിൽ കയറുന്ന ഓരോ വ്യക്തികളും വായിക്കും.